Hello, butterflies! I'm your butterfly, and you're part of this family. Welcome to N Sisters Media, OT7. புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை. അപ്പം നമ്മൾ എവിടെ നിർത്തിയത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോറിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു ബ്ലാക്ക് കാറ് വന്ന് നിർത്തി ഡോറ് തുറന്നിട്ട് ഒരാൾ ഇറങ്ങുന്നതായിരുന്നു ആ സീൻ. അപ്പോൾ അവളാണെങ്കിൽ പേടിച്ചിട്ട് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. ആ സമയം തന്നെ ഒരു ബൈക്ക് ഫാസ്റ്റായിട്ട് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഒരു ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ജിമിനായിരുന്നു. അപ്പോൾ നമ്മുടെ ജിമിൻ്റെ ഫേസ് ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി പറയുന്നുണ്ടായിരുന്നു അവളുടെ അടുത്തേക്ക് വരരുതെന്ന് ജിമിൻ വാണിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യോറാണെങ്കിൽ ജിമിൻ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. അവനിപ്പോൾ ഒരു സാധാരണ റൗഡി ബോയല്ല, ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഫീലായിരുന്നു നമ്മുടെ ഹീറോയിനിക്ക് കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ വന്ന ബോയ്സ് ആണെങ്കിൽ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ വിത്തൗട്ട് സെയിങ് എനിത്തിങ് തിരിഞ്ഞു നോക്കാതെ അവരാണെങ്കിൽ വേഗം പോയി. അവളുടെ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ വല്ലാതെ ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ ചെറിയ സമാധാനത്തോടെ നമ്മുടെ ജിമിനെ വിളിക്കുന്നുണ്ടായിരുന്നു. ജിമിന പെട്ടെന്ന് ജിമിൻ കോൾഡ് ഫേസിൽ നിന്നിട്ടാണെങ്കിൽ പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ശാന്തായി. നീ ഓക്കെ അല്ലേ? അവളാണെങ്കിൽ തലകുലുക്കി എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്ന രീതിയിൽ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ അതിനൊന്നും മറുപടി പറയാനൊന്നും നിന്നില്ല. അപ്പോൾ അവളാണെങ്കിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ആരാ അവരെന്ന്. അപ്പോൾ ജിമിനാണെങ്കിൽ ഒരു നിമിഷം ഡീപ്രത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു അതൊന്നുമില്ല, നീ അറിയേണ്ട ആവശ്യമില്ല. അവനാണെങ്കിൽ അത് മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഹേർട്ടായി. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ഹേർട്ടാവുന്ന രീതിയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ പേടിച്ചു പോയെന്ന് പറയുന്നുണ്ടായിരുന്നു. ജിമിനത് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവളുടെ ഫേസ് എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ ജിമിന് മനസ്സിലായി അവൻ പറഞ്ഞത് പെട്ടെന്ന് ഹേർട്ടായിട്ടുണ്ടായിരുന്നു. എടോ താൻ പേടിക്കണ്ട, ഞാൻ എന്തായാലും ഇവിടെയുണ്ട്, തനിക്കൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഇവൾ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു നീ ഉള്ളത് കൊണ്ട് മാത്രമാണെന്ന്. പക്ഷെ അത് പുറത്തേക്ക് പറയാനൊന്നും നിന്നില്ല. അങ്ങനെ കുറച്ച് നേരം ജിമിൻ അവളെ നോക്കി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു വന്ന് ചോദിച്ചു എടോ താൻ സേഫാണ്, ഇതെൻ്റെ ഉറപ്പ്. ജിമിൻ്റെ ആ ഡയലോഗാണെങ്കിൽ അവൾക്ക് ഭയങ്കരമായിട്ടൊരു സേഫ് ഫീലിങ്സ് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം അവൾ ക്ലാസ്സിൽ വന്നപ്പോൾ തന്നെ അവളൊന്നും മൈൻഡാക്കിയില്ല. ഇന്നലെ നടന്ന സംഭവങ്ങളായിരുന്നു. ആ കാറും അതുപോലെ തന്നെ ആൾക്കാരും ജിമിൻ്റെ എക്സ്പ്രഷനും ജിമിൻ്റെ ഫേസൊക്കെ കണ്ടിട്ട് അവളതൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ടീച്ചർ അവളെ പേര് വിളിച്ചത്. അപ്പോൾ അവൾ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് പറഞ്ഞു സർ ഫോക്കസ് ചെയ്. അവൾ തലയാട്ടി. പക്ഷെ അതിനുശേഷം അവൾ ഫോക്കസ്ഡേ അല്ലായിരുന്നു. അങ്ങനെ ഒരു ബ്രേക്ക് ടൈം കിട്ടിയപ്പോൾ തന്നെ അവളാണെങ്കിൽ ജിമ്മിൻ്റെ സീറ്റിലേക്ക് നോക്കി. അവളെ ജിമ്മിനുമില്ല, അതുപോലെ നമ്മുടെ ബാക്കി ഫ്രണ്ട്സും ഇല്ലായിരുന്നു. അവൾക്കത് വല്ലാത്ത നിരാശയായിരുന്നു. അപ്പോൾ അവളാണിങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എവിടെ പോയി എന്ന രീതിക്ക്. അങ്ങനെ ഇതേ സമയമാണെങ്കിൽ ഒരു സിറ്റി ഔട്ട്സൈഡിൽ ഒരു ബിൽഡിങ്, ഡേഞ്ചറസ് ആയിട്ടൊരു ഡാർക്ക് ഫീലിങ്സൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. അവിടെ നമ്മുടെ ജിമിനും ജിമിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. ജിമിനാണെങ്കിൽ ഒരു ബ്ലാക്ക് ഷർട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കി BTS മെമ്പേഴ്സും ബ്ലാക്ക് ഷർട്ടായിരുന്നു. നമ്മുടെ ഗാങ്സിൻ്റെ മുന്നിലാണെങ്കിൽ ഫ്രണ്ടിൽ 4-5 ബോയ്സും നിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരു വെൽഡായിട്ടുള്ള ടോളായിട്ടുള്ള ഒരാൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അച്ചോ ലേറ്റായിപ്പോയോ. അവനൊരു കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചാണെങ്കിൽ പോലും ജീവനാണെങ്കിൽ വർക്ക് ഉണ്ടെന്ന് ഒരു കാഷ്വലായിട്ടങ്ങ് പറഞ്ഞു. ഓഹോ കോളേജ് വർക്കായിരിക്കില്ലേ. അപ്പോൾ ഇതേ സമയം നമ്മളെ വീക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ തെണ്ടിൻ്റെ പല്ലടിച്ച് ഓടിക്കണമായിരുന്നു എന്ന്. അപ്പം ജീവനാണെങ്കിൽ വീണ ചെറുതായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതേസമയം ആണെങ്കിൽ സൈലൻ്റ് ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ യോങ്കി പറയുന്നുണ്ടായിരുന്നു എടാ ഇതൊക്കെ നിർത്തുക, ഇനി ബാക്കി കാര്യങ്ങൾക്ക് അങ്ങോട്ട് നടത്താമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓപ്പോസിറ്റുള്ള ഒരു ബോയ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ശരി നമുക്ക് മെയിൻ ഇഷ്യൂലേക്ക് എന്തായാലും വരാം. അങ്ങനെയാണെങ്കിൽ ആ ബോയ് ആണെങ്കിൽ ഒരു ഫയൽ എടുത്തിട്ട് ടേബിളിൽ വെച്ചു. എന്നിട്ട് പുള്ളി പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഏരിയയ്ക്ക് ഒരാൾ എൻ്റർ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ജിമിനാണെങ്കിൽ ആ ഫയൽ എടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു വാണിംഗ് കൊടുത്തില്ലായിരുന്നു എന്ന്. കൊടുത്തതാണ് പക്ഷേ കേട്ടില്ല. അപ്പോൾ നമ്മുടെ ജിമിൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഇതെല്ലാം കാഷ്വലായിട്ടാണ് കേട്ടോ അവർ പറയുന്നത്. എല്ലാവരും സൈലൻ്റായി. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഫിനിഷ് ഇറ്റ്. അങ്ങനെ ബാക്ക് ടു കോളേജ്. നമ്മുടെ യോറാണെങ്കിൽ എന്തോ ആലോചിച്ചു കൊണ്ടാണെങ്കിൽ ഇങ്ങനെ വരാതെ കൂടെ ഇങ്ങനെ നടക്കായിരുന്നു. അപ്പോൾ അവളുടെ മൈൻഡിൽ ഫുള്ളും ഇന്നത്തെ സംഭവങ്ങളും ഒക്കെ ആയിരുന്നു അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സമയം ഒരു ഗ്രൂപ്പ് ഗേൾസ് ആണെങ്കിൽ സംസാരിക്കുന്നത് നമ്മുടെ യോറ് കേട്ടായിരുന്നു. അപ്പോൾ യോറാണെങ്കിൽ കുറച്ച് മാറി നിന്നിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു നിനക്ക് ജിമിനെ അറിയുമോ? അപ്പോൾ ആ പെൺകുട്ടികൾ പറയുന്നുണ്ടായിരുന്നു അറിയാം അവനൊരു നോർമൽ ബോയ് ഒന്നല്ല കേട്ടോ. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ യോറാണെങ്കിൽ ഹാർട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് തുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളാണെങ്കിൽ അവർ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി കുറച്ചും കൂടി നീങ്ങി നിന്നു.
അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അവനൊരു ഗ്രൂപ്പ് മാത്രമല്ലടി, സത്യം പറഞ്ഞാൽ അവൻ സിമ്പിൾ ഗ്രൂപ്പേ അല്ല, ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത് കേട്ട്. അപ്പോൾ നമ്മുടെ യോർ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇല്ല ഇതൊന്നും ശരിയല്ല, ഇമ്പോസിബിളാണ്, അവനങ്ങനെയുള്ള ഒരാളല്ല എന്ന രീതിക്ക്. പക്ഷെ അവൾ ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് എല്ലാം ഇവിടെ കേട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിൽ ഈവനിങ് ആയപ്പോൾ വീട്ടിലേക്ക് അങ്ങനെ നടന്നു. പെട്ടെന്ന് ഒരു ബൈക്ക് വന്നിട്ട് അവളുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് വേറെ ആരും വരുന്നില്ല, നമ്മുടെ ജിമിനായിരുന്നു. അപ്പോൾ അവളുടെ ഫേസ് കണ്ടപ്പോൾ നമ്മുടെ ജിമിൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഓക്കെ അല്ലേ എന്ന്. അപ്പോൾ അവളാണെങ്കിൽ കുറച്ച് നേരം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ജിമിനും സീരിയസ് ആയിട്ട് ഒരു ഫേസ് പിടിച്ചിട്ട് ചോദിക്കേ. അവളാണെങ്കിൽ ചെറിയൊരു ഡീപ്പിലെ തിരിച്ച് ചോദിച്ചു, നീ ഉണ്ടായിരുന്നു ഹൂ ആരുമെന്ന്. അപ്പോൾ നമുക്ക് തോന്നി ഇത്ര നാളായിട്ട് ജിമിൻ ആരാന്നറിയില്ലേന്ന്. അവൾ ഉദ്ദേശിച്ചത് വേറെയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നതും വേറെയാണ്. ജിമിനാണെങ്കിൽ ഒന്നും പറഞ്ഞില്ല, അവളെങ്ങനെ നോക്കി. അപ്പോൾ അവിടെ ചെറുതായിട്ട് തല താഴ്ത്തിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും പറഞ്ഞു നീ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ജിമിൻ പെട്ടെന്ന് തന്നെ അത് ബ്രേക്ക് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, താൻ എന്നെ പേടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അവൻ്റെ മുന്നിൽ നുണ പറയാൻ പറ്റാത്തതുകൊണ്ട് അവൾ തല ആഴ്ത്തിയിട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളുടെ ആൻസർ പെട്ടെന്ന് അവൾ ഭയങ്കരമായിട്ട് ഹേർട്ടായിപ്പോയി. ജിമിൻ എടുത്തടിക്കണ പറഞ്ഞു, ശരി എന്നാൽ പിന്നെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോ. എന്തിന്? ബെറ്ററാണ്, എൻ്റെ കൂടെ നിനക്ക് ഒരിക്കലും സേഫ് അല്ല. പക്ഷേ ജിമിനാ, നീ നല്ലൊരു പെൺകുട്ടിയാണ്, എന്നെപ്പോലുള്ളൊരു ഒരാൾ നിനക്ക് ഒരിക്കലും സെറ്റാവത്തില്ല. ജിമിൻ അത് പറഞ്ഞ് അവൾ മറുപടി കേൾക്കാനും ഒന്നിനും നിൽക്കാതെ വേഗം തന്നെ ബൈക്ക് എടുത്തിട്ട് പോകാൻ നിന്നു. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ജിമിൻ വണ്ടി നിർത്തി അവൾ തിരിഞ്ഞു നീട്ടി പറഞ്ഞു, പക്ഷേ താൻ എപ്പോഴെങ്കിലും ഒരു പ്രോബ്ലത്തിലിട്ടെങ്കിൽ എന്നെ വിളിക്കുക ഒരിക്കലും മറക്കരുത്, ഞാൻ വരും. അവൻ പോയ ഉടനെ തന്നെ അവൾക്ക് സഹിക്കാൻ പറ്റാതെ അവൾ റോഡിലിരുന്ന് കരയാൻ തുടങ്ങി. എന്തിനാ ജിമിനാ, ഇപ്പം നീയും എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാൻ തുടങ്ങി. അവൾ സ്വയമാണെങ്കിൽ നെഞ്ചിലിട്ടിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സീനൊക്കെ അവിടെ നിന്ന് കട്ടായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അത് നോർമൽ ദിവസമായിരുന്നു. പക്ഷേ ജിമിൻ ഭയങ്കരമായിട്ട് അവൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ക്ലാസ്സിലാണെങ്കിൽ പോലും വരാന്തലാണെങ്കിൽ പോലും എവിടെ കണ്ടാലും ജിമിനാണെങ്കിൽ അവളെ ശ്രദ്ധിക്കാതെ നേരെ നോക്കി നടക്കാൻ തുടങ്ങി. ഇതൊക്കെ അവൻ്റെ ഫ്രണ്ട്സ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും അവരതിൽ ഇടപെടാൻ നിന്നില്ല. അങ്ങനെ ഒരു ലഞ്ച് ടൈം ആയപ്പോൾ തന്നെ അവൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. അവൾ ബോക്സ് തുറന്നിട്ട് അവളങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, എല്ലാ പ്രാവശ്യവും ലഞ്ച് ടൈം ആയിരിക്കുമ്പോൾ ജിമിൻ ഡിസ്റ്റർബ് ചെയ്തിട്ട് ഇവളുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു ഓപ്പോസിറ്റ്. അതൊക്കെ അവൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അന്നൊക്കെ അലോൺ ആയിരുന്നാൽ പോലും ഇപ്പോൾ ഭയങ്കരമായിട്ട് അലോൺ ആയപ്പോലെ അവൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് ഫുഡ് പോലും ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ അവൾ ഫുഡ് അടച്ചു വെച്ചിട്ട് പോയി. അപ്പോൾ അവൾ ഈവനിങ് ആയപ്പോൾ വീട്ടിലെത്തിക്കുമ്പോൾ ഡോറ് തുറന്ന സമയത്ത് നീ എവിടെ പോയിരിക്കുകയാണ് എന്നൊരു കോൾഡായിട്ടൊരു വോയിസ് കേട്ടു. അവളൊന്നും പറഞ്ഞില്ല. കോളേജ് കഴിഞ്ഞിട്ട് കുറേ നേരമായില്ലേ, വീട്ടിലെത്ര നേരമായില്ലേ? അച്ഛാ, ഞാൻ ലൈബ്രറിയിലായിരുന്നു. ലൈബ്രറിയിലോ അതോ വേറെ ആരുടെയെങ്കിലും കൂടെയായിരുന്നു? അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, അച്ഛാ വേണ്ട, നീ ന്യായീകരിക്കാനൊന്നും നിൽക്കണ്ട, നീ പിന്നെ സംസാരിച്ച് ന്യായീകരിക്കല്ലോ. അച്ഛൻ ഞാൻ പറയുന്നൊന്നും കേൾക്ക്. വേണ്ട, എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്, നീ ഒരക്ഷരം പോലും മിണ്ടരുത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവളുടെ രണ്ടാനമ്മയും അതുപോലെ തന്നെ അവളുടെ മോളും കൂടിയിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അവളൊന്നും പറയാതെ വേഗം റൂമിലേക്ക് പോയി ഡോർ ക്ലോസ് ചെയ്തു. അവൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ അവളിങ്ങനെ സ്വയം പറഞ്ഞ് കളയുന്നുണ്ടായിരുന്നു, എന്താ എന്നെങ്ങനെ ആരും മനസ്സിലാക്കാനില്ലാത്ത ഒരാൾ പോലും എന്നെ മനസ്സിലാക്കാനില്ല. അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ ജിമിൻ്റെ അവൾക്ക് ഓർമ്മ വന്നത്. പിന്നെ അവൾ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പം ആരുമില്ല അപ്പം എൻ്റെ കൂടെ, അപ്പം അവനുമില്ല, എല്ലാവരും പോയി, വേണ്ട, എനിക്ക് ആരും വേണ്ട. അങ്ങനെ കുറച്ച് സമയം കടന്നു പോയി. ഫുഡ് സെല്ലിലാണെങ്കിൽ ഒരു ബ്ലാക്ക് ബൈക്ക് വന്ന് നിർത്തുന്നുണ്ടായിരുന്നു. അത് വേറെ ആയിരുന്നില്ല, നമ്മുടെ ജിമിനായിരുന്നു. ലൈറ്റ് ഓഫാക്കി കിടക്കുന്ന നമ്മുടെ യോറിൻ്റെ റൂമിൻ്റെ വിൻഡോയിലേക്ക് നോക്കി നമ്മുടെ ജിമിൻ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഡിസ്റ്റൻസ് ഈസ് ബെറ്റർന്ന്. പക്ഷെ അത് സ്വയം ആക്സെപ്റ്റ് ചെയ്യാൻ അവന് പറ്റുന്നുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ ഈവനിങ് പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ടാണെങ്കിൽ അച്ഛൻ വീണ്ടും ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ജിമിൻ തന്നെ അലേർട്ടായി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവളോട് ഞാൻ പറഞ്ഞതാണ് ഇത്ര ലേറ്റായിട്ട് വരായിരുന്നു, അവൾ എത്ര സമയം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ ആ സമയത്ത് ചെറുതായിട്ട് മദ്യപിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യോറാണെങ്കിൽ ഒന്നും പറയാനൊന്നും നിന്നില്ല. അവൾ ആരെ കാണാനാണോ അവൾ ഇങ്ങനെ പോകുന്നത്? അവളത് കേട്ട് ഷോക്കായിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു, ഇല്ല അച്ഛാ, അങ്ങനെ ഒന്നും ഇല്ല, എനിക്കറിയാം ഈ കാലത്ത് ഏജിൽ എല്ലാവരും ഇങ്ങനെ കിടന്ന് നടക്കുന്നു, എനിക്കറിയാം. എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരുമാതിരി കാര്യങ്ങളൊന്നും വേണ്ട, ഈ അഴിഞ്ഞാട്ടൊന്നും എൻ്റെ വീട്ടിൽ വേണ്ട. അവളത് വീണ്ടും വേദനിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പ്രൂവ് ചെയ്, നീ ഇനിതോടെ ഡയറക്റ്റായിട്ട് വീട്ടിലേക്ക് വരണം, നോ ഫ്രണ്ട്സ്, നോ ടൽക്കിങ്. അച്ഛ മതി,
ഞാൻ പറഞ്ഞത് മാത്രം നീ കേട്ടാൽ മതി. ഇത് കേട്ട് നമ്മുടെ ജിമിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഈ ശബ്ദം നല്ല ഒച്ചയിലൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ജിമിന് ദേഷ്യം വന്നിട്ട് ജിമിൻ്റെ കൈയാണെങ്കിൽ ജിമിൻ ഇങ്ങനെ മുറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സമയം നമ്മുടെ ജിമിനാണെങ്കിൽ ഒരു കോള് വിളിക്കുന്നുണ്ടായിരുന്നു. ജിമിൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇപ്പം നിൽക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ഉണ്ടായിരിക്കുന്നു, ഡെയിലി അപ്ഡേറ്റ് എനിക്ക് വേണം. അതും പറഞ്ഞിട്ട് ജിമിനാണെങ്കിൽ കോൾ കട്ട് ചെയ്തു. അവൻ വീട്ടിലേക്ക് ചെറുതായിട്ട് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ സേഫാണ്, ഞാനുള്ളപ്പോൾ ഇങ്ങനെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ വരത്തില്ല, ഞാൻ ഇല്ലെങ്കിൽ കൂടി നീ എന്തായാലും ഇവിടെ സേഫ് ആയിരിക്കും. അപ്പോൾ ഇതേ സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ യോറാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ജിമിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്യണോ വേണ്ടോ എന്ന രീതിക്ക്. പക്ഷേ ജിമിൻ അവളെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് തന്നെ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണെങ്കിൽ അവൻ പറഞ്ഞ വാക്ക് ബ്രേക്ക് ചെയ്യാൻ തോന്നാണ്ട് അവളാണെങ്കിൽ ആ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചു. അപ്പോൾ ഇവളിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ജിമിൻ ഐ ഫൗണ്ട് യു, ഐ മിസ് യു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് പാർട്ട് കാണാൻ വേണ്ടി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ മിസ് ചെയ്യാതെ നെക്സ്റ്റ് എപ്പിസോഡ് കാണുക. ഓക്കെ, ബൈ ബട്ടർഫ്ലൈസ്.